മാഡത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങളും അവരുടെ എങ്ങനെയാണ് ഇവിടെ എത്തിപ്പെട്ടത്, അവർക്ക് കിട്ടിയ കൂടുതൽ റിസൾട്ടുകളും കാര്യങ്ങളും ഒക്കെ തന്നെ നമുക്ക് പറഞ്ഞു തരാനായിട്ട് ഞാൻ മാഡത്തിനെ ഈ ഒരു വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. വെൽക്കം നിഷ മാഡം. താങ്ക് യു മാഡം. ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ മോർണിംഗ് മീറ്റിംഗിന്റെ പ്രാധാന്യം മനസ്സിലാക്കി ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും ഞാനും ഹാർദവമായി ഈ ഒരു മോർണിംഗ് മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യാണ്. അതേപോലെ തന്നെ ഇന്ന് ഈ ഒരു മോർണിംഗ് മീറ്റിംഗിലേക്ക് എന്നെ ക്ഷണിച്ചിട്ടുള്ള റംല മാഡത്തിന് ആദ്യമേ ഹൃദ്യമായിട്ടുള്ള നന്ദി അറിയിക്കുന്നു. എന്തായാലും ഈ ഒരു ബിസിനസ്സിലേക്ക് വന്ന എക്സ്പീരിയൻസ് ഞാനൊന്ന് ഷെയർ ചെയ്യാം. എൻ്റെ പേര് ഇവിടെ പരിചയപ്പെടുത്തി. പേര് നിഷ, സ്ഥലം പടിഞ്ഞാറങ്ങാടി. ഒരു പ്രൈവറ്റ് മേഖലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് ഈ ഒരു ബിസിനസ് അവസരം ഞങ്ങളുടെ കുടുംബത്തിലോട്ട് കടന്നു വന്നത്. അപ്പൊ ആ കടന്നു വന്ന സമയത്ത് ഇതൊരു ബിസിനസ് ആണെന്നോ ഇതിൽ വിജയിക്കാൻ പറ്റുമെന്നോ ഇതൊരു മഹത്തായ അവസരമാണെന്നൊന്നും മനസ്സിലാക്കിക്കൊണ്ട് വന്നതല്ല. നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു സുഹൃത്ത് നമ്മളോട് ഒരു കാര്യം പറയുന്ന സമയത്ത് നമുക്കത് വേണ്ട എന്ന് പറയാനോ അല്ലെങ്കിൽ ഞാൻ ഈ ഒരു കാര്യം ചെയ്യില്ല എന്ന് പറയാനോ ഉള്ള മനസ്ഥിതി ഇല്ലാത്തത് കൊണ്ട് കുറച്ച് ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കാനുള്ള ഒരു സാഹചര്യം കിട്ടി. ആ ഉൽപ്പന്നത്തിൽ കവചപ്രാശ് എന്നൊരു ഉൽപ്പന്നം ഉണ്ടായിരുന്നു. ആ ഒരു ഉൽപ്പന്നം ഞങ്ങളുടെ വീട്ടിൽ ഉപയോഗിച്ച സമയത്ത് ഒരു 12 വർഷം ആയിട്ട് മാറാത്ത ഒരു തുമ്മൽ അലർജിയുടെ പ്രശ്നത്തിന് നല്ല രീതിയിലുള്ള പരിഹാരം കിട്ടി എന്നുള്ളതാണ് ആദ്യത്തെ റിസൾട്ട്. ആദ്യം ഉപയോഗിച്ച പ്രോഡക്റ്റും അത് തന്നെയാണ്. അപ്പൊ ആ കവചപ്രാശം ഉപയോഗിച്ച സമയത്ത് ഇത്രയ്ക്കും നല്ലൊരു റിസൾട്ട് കിട്ടിയ സമയത്ത് ഈ ഒരു ഉൽപ്പന്നത്തിനെ കുറിച്ച് പഠിക്കാനും അതുപോലെ തന്നെ ഈ ഒരു അവസരത്തെ കുറിച്ചൊന്ന് പഠിച്ച് മനസ്സിലാക്കാനും ശ്രമിച്ചു എന്നുള്ളതാണ് ഈ ഒരു ബിസിനസ്സിൽ ഇന്ന് ഇവിടെ എത്തി നിൽക്കാനായിട്ടുള്ള കാരണം. ഈ ഒരു അവസരത്തിൽ ഞങ്ങളുടെ കുടുംബത്തിലോട്ട് ഈ ഒരു ബിസിനസ് അവസരം തന്നിട്ടുള്ള ഞങ്ങളുടെ ഗ്രേറ്റ് അപ്ലൈൻ നാഷണൽ ടീം കോർഡിനേറ്റർ ആയിട്ടുള്ള മല്ലിക മാഡത്തിന് ഹൃദ്യമായിട്ടുള്ള നന്ദി ഈ ഒരു അവസരത്തിൽ അറിയിക്കുകയാണ്. കാരണം പറഞ്ഞ സമയത്ത് ഇതിന്റെ പ്രാധാന്യം ഒന്നും അറിഞ്ഞിട്ടില്ലെങ്കിലും ഈ ഒരു അവസരം പരിചയപ്പെടുത്തി ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചു. അതേപോലെ തന്നെ ഇതിനെക്കുറിച്ച് പഠിക്കാനായിട്ട് ഒത്തിരി ട്രെയിനിങ്ങുകളിലേക്ക് കടന്നു വന്നപ്പോഴാണ് ഈ ഒരു ബിസിനസിന്റെ പ്രാധാന്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. അപ്പോൾ നമ്മൾ ട്രെയിനിങ്ങിന് എപ്പോഴും നമുക്ക് വളരെ പ്രാധാന്യമാണ്. ഇപ്പോൾ ഇവിടെ മോർണിംഗ് മീറ്റിംഗ് നടക്കുന്നുണ്ട്. ഈ മോർണിംഗ് മീറ്റിംഗിൽ എല്ലാ ദിവസവും ഇതിൽ കയറി കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ഇതിന് കിട്ടും. അപ്പൊ അത് നിരന്തരം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് വലിയൊരു അറിവായിട്ട് കിട്ടുന്നത്. അതുപോലെ തന്നെ ഈ അവസരത്തിൽ കടന്നു വന്നു ഈ ഒരു അവസരത്തെ കുറിച്ച് കൃത്യമായിട്ട് ഞങ്ങളെ പഠിപ്പിച്ചു തന്നുകൊണ്ട് നല്ല രീതിയിൽ ഈ ഒരു ബിസിനസിന്റെ അവസരം എന്താണെന്നും അതുപോലെ തന്നെ ഇതിൽ എന്തെല്ലാം കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് ചെയ്താലാണ് നമുക്ക് ഈ ഒരു ബിസിനസ്സിൽ മുന്നോട്ട് പോകാൻ സാധിക്കുക എന്നുള്ളതൊക്കെ ഞങ്ങളുടെ RTC ലീഡർ ആയിട്ടുള്ള കൃഷ്ണദാസ് സാറ് അദ്ദേഹമാണ് ഈ ഒരു ബിസിനസ്സിലേക്ക് നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ഈ ഒരു റാങ്കിലൊക്കെ എത്തിച്ചേരാനായിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. സാറിനും ഹൃദ്യമായിട്ടുള്ള നന്ദി ഈ ഒരു അവസരത്തിൽ അറിയിക്കുകയാണ്. കാരണം ഈ ഒരു ബിസിനസ്സിൽ കടന്നു വരുമ്പോൾ നമുക്ക് ആദ്യം കിട്ടുന്ന ഒരു ഗുണം എന്ന് പറയുന്നത് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ആണ്. എന്നെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ എനിക്ക് അതാണ് കിട്ടിയത്. കാരണം ഈ ഒരു അവസരത്തിൽ വന്നതിന് ശേഷമാണ് ഒരു എന്താ പറയാ മൈക്ക് എടുത്തുകൊണ്ട് സംസാരിക്കാനും ഒരു 4 ആളുകളുടെ മുന്നിൽ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനൊക്കെ ഉള്ള ഒരു കോൺഫിഡൻസ് കിട്ടിയത്. അപ്പൊ ഈ ഒരു അവസരത്തിൽ കടന്നു വരുന്നതിനെക്കാട്ടും മുന്നേ ടീച്ചറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ അതിനുശേഷം പ്രൈവറ്റ് മേഖലയിൽ പ്രവർത്തിക്കുമ്പോഴാണ് ഈ ഒരു അവസരം, അക്കൗണ്ടന്റ് ആയിട്ട് പ്രവർത്തിക്കുമ്പോഴാണ് ഈ അവസരം കിട്ടിയത്. അപ്പൊ അവിടെ നിന്നും കിട്ടാത്ത ഒരുപാട് അറിവുകൾ ഇതിൽ നിന്ന് കിട്ടി. അറിവുകൾ എന്ന് പറയുമ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഇപ്പൊ ഒരു ETS എടുക്കാനൊക്കെ ഉള്ള കഴിവ് നമുക്ക് ഒരിക്കലും ഒറ്റ അടിക്ക് കിട്ടുന്നതല്ല, കുറച്ച് ആളുകളുടെ മുന്നിൽ നിന്നുകൊണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഓരോ കാര്യങ്ങൾ നമുക്ക് സാധ്യമാക്കാനായിട്ട് ചെറിയ ചെറിയ ചവിട്ടുപടികളിലൂടെ ഇതുപോലെയുള്ള എക്സ്പീരിയൻസുള്ള ഡിസ്ട്രിബ്യൂട്ടർ മീറ്റിംഗ് ആയിക്കോട്ടെ, അതല്ലെങ്കിൽ ഒരു 4 ആളുടെ മുന്നിൽ നമ്മളെ പേരും കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്തിക്കൊണ്ട് നമ്മള് കാര്യങ്ങൾ പറയാനും ഒന്ന് മുട്ട് വിറയ്ക്കാതെ ഒക്കെ നമുക്ക്, അല്ലെങ്കിൽ കൈകൾ വിറയ്ക്കാതെ വാക്കുകളൊന്ന് എന്താ പറയാ മുറിഞ്ഞു പോവാതെയൊക്കെ കിട്ടാനായിട്ട് ഈ ഒരു ബിസിനസ് ഏറ്റവും കൂടുതൽ സഹായിച്ചു. നല്ലൊരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിലേക്ക് എല്ലാവരെയും എത്തിച്ചേർന്ന ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മുടെ മൈലോഷ്യൽ എന്നുള്ള ഈ ഒരു കമ്പനി. അപ്പൊ അതിൽ വന്നതിന് ശേഷമാണ് ഇത്തരത്തിലൊക്കെ ആവാനായിട്ട് സാധിച്ചത് എന്നുള്ളത് എനിക്ക് ഏറ്റവും അഭിമാനമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഇതിൽ കടന്നു വന്നുകൊണ്ട് ഒത്തിരി ട്രെയിനിങ്ങുകളിലൂടെ കടന്നു പോകണമെന്ന് ലീഡേഴ്സ് പറഞ്ഞു. ഇവിടെ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെ അപ്ലൈൻ ലീഡർ എന്താണോ പറഞ്ഞത് ആ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, വളരെ കൃത്യമായിട്ട് അവർ പറഞ്ഞത് അനുസരിച്ചുകൊണ്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു അവസരത്തിൽ വിജയിക്കാനായിട്ട് സാധിക്കും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് മുന്നേ ഈ ഒരു ബിസിനസ് ചെയ്ത പരിചയമില്ല, ഈ മൈലേഷ്യ എന്നുള്ള കമ്പനിയോ അല്ലെങ്കിൽ നമുക്കത് കേട്ട പരിചയമില്ല. എൻ്റെ വീട്ടിൽ ആരും എന്ത് ചെയ്തിട്ടില്ല, ഈ ഒരു ബിസിനസ് ചെയ്തിട്ട് വിജയിച്ച ആളുകളും ഇല്ല. ഈ ബിസിനസിന്റെ ഞങ്ങളുടെ നാട്ടിലുള്ള ആളുകളോ അല്ലെങ്കിൽ അയൽവാസികളോ അതല്ലെങ്കിൽ കുടുംബത്തിലുള്ള ആളുകളൊന്നും ചെയ്ത് വിജയിക്കാത്തത് കൊണ്ട് തന്നെ ഈ ഒരു മേഖലയെ കുറിച്ചിട്ട് വളരെ കൃത്യമായിട്ട് പഠിക്കണം എന്ന് ലീഡേഴ്സ് പറഞ്ഞ സമയത്ത് തുടക്കത്തിലൊക്കെ വിളിച്ചപ്പോ പോവാനായിട്ട് കുറെ മടിയൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. പല പല എക്സ്ക്യൂസുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം മറ്റൊരു മേഖലയിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് എല്ലാ സമയത്തും ട്രെയിനിങ്ങുകളൊന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് എനിക്ക് തുടക്കത്തിൽ ഇതിന്റെ അറിവുകൾ കൃത്യമായിട്ട്
കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഈ ഒരു കവചപ്രാശത്തിന്റെ റിസൾട്ട് കിട്ടിയപ്പോഴാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ഒരു വിശ്വാസം എനിക്ക് കിട്ടി. കാരണം ഈ ഒരു ഉൽപ്പന്നം എന്തോ ഒന്നാണ് എന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഒരു 10-12 വർഷമായിട്ട് ചികിത്സിച്ചിട്ട് മാറാത്ത ഒരു പ്രശ്നം ഞങ്ങളുടെ വീട്ടിൽ മാറുക എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് അത് ഏറ്റവും നല്ലൊരു റിസൾട്ട് ആയിരുന്നു. അങ്ങനെ GTSകളിലൊക്കെ പോകാൻ തുടങ്ങി. GTSകളിലൊക്കെ പോയ സമയത്ത് അവിടെ നല്ല രീതിയിൽ ഈ ഉൽപ്പന്നങ്ങളെ കുറിച്ചിട്ടും അതേപോലെ തന്നെ നല്ല എന്താ പറയാ ഒരുപാട് എക്സ്പീരിയൻസ്, ഓരോ ആളുകളുടെ എക്സ്പീരിയൻസുകളും വളരെ പ്രചോദനമായിട്ട് മാറി. അതിലൂടെ എനിക്ക് മനസ്സിലായി ഞാൻ ചെയ്യുന്ന ഈ ഒരു ജോലി എന്ന് പറയുന്നത് ഞാൻ ചെയ്യുമ്പോൾ മാത്രമേ എനിക്ക് വരുമാനം കിട്ടുള്ളൂ എന്നും, അതേപോലെ തന്നെ ഇതില് ഒരു എന്താ പറയാ ജോലിയിൽ ഒരു സാലറി എത്രത്തോളം വർദ്ധിപ്പിക്കാൻ പറ്റും എന്നുള്ള കാര്യം കൂടി എനിക്ക് മനസ്സിലായി. കാരണം അവിടെ നമ്മൾ എത്ര വർക്ക് ചെയ്താലും അതിനൊരു പരിധി ഉണ്ട്. കാരണം നമ്മൾ ഒറ്റയ്ക്ക് ഒരു 8-10 മണിക്കൂർ വർക്ക് ചെയ്യുന്ന പൈസ മാത്രമേ നമുക്ക് അവിടെ കിട്ടുള്ളൂ എന്നുള്ള തിരിച്ചറിവാണ് എനിക്ക് ആദ്യം ഈ ഒരു ട്രെയിനിങ് കേട്ട സമയത്ത് ഉണ്ടായത്. അപ്പൊ ഞാനൊരു പ്രൈവറ്റ് മേഖലയിൽ പ്രവർത്തിക്കുമ്പോൾ അവിടെ ഒരു സാലറി ഉണ്ട്. ആ സാലറി മാത്രമേ എനിക്ക് ഒരു 9 മണി മുതൽ 5 മണി വരെ ചെയ്താൽ കിട്ടുള്ളൂ. ഇനിയിപ്പോ അതിൽ 1-2 മണിക്കൂർ അധികം ചെയ്താലും അവിടുന്ന് പ്രത്യേകിച്ചൊന്നും കിട്ടില്ല. ഇനി ഇത് പറഞ്ഞ പോലെ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളതും, ഈ ബിസിനസ്സിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രവൃത്തി മണിക്കൂർ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള സാലറി നിന്ന് എഴുതിയെടുക്കാൻ പറ്റുന്ന ഒരു അവസരമാണ് മൈലേജ് സെൽ. കാരണം നമുക്ക് ഈ ഒരാഴ്ച നല്ല വരുമാനം വേണമെന്ന് നമ്മൾ ആഗ്രഹിച്ചുകൊണ്ട് ഒരു ലക്ഷ്യം വെച്ച് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് വലിയ വരുമാനത്തിലേക്ക് എത്താൻ സാധിക്കും. നല്ല മറ്റൊരു ജോലിയാണെങ്കിൽ അതിന് വളരെയധികം പരിമിതികളുണ്ട്. കാരണം അവിടെ നമ്മൾ ഒറ്റയ്ക്കാണ് വർക്ക് ചെയ്യുന്നത്. ഇവിടെ നമ്മളൊരു കൂട്ടായ പ്രവർത്തനമാണ്. അപ്പൊ നമ്മൾ എല്ലാവരും കൂടെ ഒരു ടീം വർക്ക് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിലുള്ള വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്നുള്ള ആ ഒരു തിരിച്ചറിവ് കൊണ്ടാണ് ഞാൻ ആ ഒരു പ്രൈവറ്റ് മേഖല ഇന്ന് ഉപേക്ഷിച്ചുകൊണ്ട് ഇതൊരു ഫുൾ ടൈം അല്ലെങ്കിൽ ഒരു ലൈഫ് ടൈം കരിയർ ആയിട്ടാണ് ഞങ്ങളും ഫാമിലിയും കൂടി ഏറ്റെടുത്തിട്ടുള്ളത്. അപ്പൊ ആ ഒരു തിരിച്ചറിവ് എനിക്ക് അതിൽ നിന്ന് മാറാൻ വലിയ പ്രയാസം കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഞാനൊരു ഫുൾ ടൈമർ ആയിട്ട് ഇതിൽ വന്നു കഴിഞ്ഞപ്പോൾ എല്ലാ ട്രെയിനിങ്ങുകളും വളരെ നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യും. കാരണം നമ്മുടെ FSS ആയിക്കോട്ടെ, GTS ആയിക്കോട്ടെ, അതല്ലെങ്കിൽ മറ്റുള്ള സെലിബ്രേഷൻ പ്രോഗ്രാമുകളോ എന്ത് പ്രോഗ്രാം ആണെങ്കിലും എന്റെ ലീഡർ അത് പറയുകയോ അതിനെ ഗ്രൂപ്പിലിട്ട് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അത് ആരും എന്നെ നിർബന്ധിക്കാൻ ഞാൻ ഇടവരുത്തിയിട്ടില്ല. എല്ലാ പ്രോഗ്രാമുകളും വളരെ നല്ല രീതിയിൽ, അതുപോലെ നമ്മുടെ 2 ദിവസമൊക്കെ നടക്കുന്ന RTP പ്രോഗ്രാമുകൾ, ഇതെല്ലാം നിരന്തരം അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഈ ഒരു ബിസിനസിന്റെ വ്യാപ്തി എന്താണെന്നും ഇതിന്റെ ആഴവും പരപ്പും ഒക്കെ എന്താണെന്നുള്ളത് വളരെ കൃത്യമായിട്ട് എനിക്കും അതുപോലെ ഫാമിലിയെയും ഞാൻ കൊണ്ടുപോകും. ഫാമിലിയാണ് നമ്മളെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യേണ്ടത്. അവിടുന്നാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കിട്ടേണ്ടത്. കാരണം അവർക്കും ഇതിനെക്കുറിച്ച് മറ്റ് അറിവുകളൊന്നുമില്ല. അപ്പൊ അവരെയും ഞാൻ ഈ ഒരു അവസരത്തിലേക്ക് കൊണ്ടുവന്ന് ആ ഒരു ട്രെയിനിങ് പ്രോഗ്രാമുകളിലൊക്കെ പങ്കെടുത്തപ്പോൾ നല്ല രീതിയിലുള്ള സപ്പോർട്ടുകൾ എനിക്ക് വീട്ടിൽ നിന്ന് കിട്ടാൻ തുടങ്ങി. അങ്ങനെ കിട്ടിയ സമയത്താണ് ഈ ഒരു അവസരം ഇങ്ങനെ ചെയ്താൽ പോരാ, ഇത് ഇങ്ങനെയല്ല ചെയ്യേണ്ടത് എന്നുള്ള തിരിച്ചറിവുകളൊക്കെ കിട്ടി. വളരെ നല്ല രീതിയിൽ ഫുൾ ടൈമർ ആണെങ്കിലും നമുക്ക് സ്ത്രീകളായതുകൊണ്ട് തന്നെ പല പരിമിതികളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ അതിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ നല്ലൊരു ടീമിനൊക്കെ ഉണ്ടാക്കിയെടുക്കാനുള്ള വളരെ നല്ല രീതിയിലുള്ള ശ്രമത്തിൽ ഒരുപാട് ആളുകൾക്ക് ഈ അവസരം എനിക്ക് കൊടുക്കാനായിട്ട് സാധിച്ചു. എത്ര വയസ്സ് എന്നുള്ളതല്ല, വിദ്യാർത്ഥികൾ മുതൽ അങ്ങോട്ട് ഏകദേശം 80-82 വയസ്സൊക്കെ ആയിട്ടുള്ള ആളുകൾക്ക് ഈ ഒരു ബിസിനസ്സിൽ വന്നത് കൊണ്ട് മാത്രം കിട്ടിയിട്ടുള്ള ഒരു കാര്യമാണ്. മറ്റുള്ള ഒന്നിലും നമുക്കത് ചെയ്യാൻ സാധിക്കില്ല. ഒരുപാട് ആളുകളുടെ വീട്ടിലേക്ക് ചെറുതും വലുതുമായിട്ടുള്ള വരുമാനങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കാൻ ഒരു നിമിത്തമായി എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. അതേപോലെ തന്നെ ഒത്തിരി ഉൽപ്പന്നങ്ങൾ ഒരുപാട് ആളുകൾ ഉപയോഗിച്ചപ്പോൾ നല്ല രീതിയിലുള്ള റിസൾട്ടുകൾ കിട്ടി. ഇപ്പൊ ഒരു വളരെ എന്താ പറയാ പുതിയ ഒരു എക്സ്പീരിയൻസ്, ഒരു റിസൾട്ടാണ്. ഞാനൊരു ബിസിനസ് കൊടുത്ത ഒരാളുടെ വീട്ടിൽ കുറച്ച് വയസ്സായിട്ടുള്ള ഒരാള് പിന്നെ വീണിട്ട് എന്താ പറയാ എണീറ്റ് നടക്കാൻ പറ്റാത്ത ഒരു വ്യക്തി ഉണ്ടായിരുന്നു. ഒരു സ്ത്രീയാണ്. ഒരു 10-75-80 വയസ്സൊക്കെ ആയിട്ടുണ്ടാവും അവർക്ക്. അപ്പൊ നമ്മുടെ 95 എന്നുള്ള ആ ഒരു ഉൽപ്പന്നം കൊടുത്തതിന് ശേഷം അവർക്കൊരു 5-6 ബോട്ടിൽ ഒരു 5-6 മാസം അടുപ്പിച്ച് അത് കഴിച്ച സമയത്ത് അവർക്ക് എന്തുണ്ട്, ഇപ്പൊ ഈ ഇന്നത്തെ ദിവസം അവർക്ക് അവരുടെ സ്വന്തം കാര്യങ്ങളെല്ലാം അവർ സ്വന്തം ചെയ്യാനുള്ള ഒരു നിലയ്ക്ക് ആയിട്ടുണ്ട്. അത് വളരെയധികം അഭിമാനമുള്ള ഒരു കാര്യമായിരുന്നു. കാരണം എന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു റിസൾട്ട് ആയിരുന്നു അത്. അപ്പൊ ആ 95 കൊടുത്തതിന്റെ റിസൾട്ടിലൂടെ ഒരുപാട് ആളുകൾക്ക് അത് അവരിലൂടെ കൊടുക്കാനായിട്ട് സാധിച്ചു. കാരണം അവര് കിടന്നു പോയ ഒരാളാണ്. അപ്പൊ അതിൽ നിന്ന് പതുക്കെ എണീറ്റ് നടക്കാനും അവരുടെ ബാത്റൂം പോവുക അല്ലെങ്കിൽ അവരുടെ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ നടന്നുകൊണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സഹായത്തെ ഇല്ലാതെ തന്നെ ചെയ്യുന്നത് കണ്ട സമയത്താണ് ഈ 95 ഇത്രയും നല്ല റിസൾട്ട്, നമുക്ക് കിട്ടുന്ന റിസൾട്ട് ആണല്ലോ ഏറ്റവും കൂടുതൽ നമുക്ക് ഏറ്റവും പ്രചോദനമാകുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഒരുപാട് കുടുംബങ്ങളിലേക്ക് ഇതുപോലെ പല രീതിയിലുള്ള ഉൽപ്പന്നങ്ങളുടെ റിസൾട്ട് കൊടുക്കാനായിട്ട് സാധിച്ചു എന്നുള്ളത് ഈ ഒരു ബിസിനസ്സിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു നിമിഷമാണ്. അതേപോലെ തന്നെ ഇതിൽ നല്ല രീതിയിൽ നിന്ന് പ്രവർത്തിച്ചുകൊണ്ട്
ഒരുപാട് ആളുകൾക്ക് ചെറുതും വലുതുമായ വരുമാനം കൊടുക്കുന്നതിലൂടെ അവരുടെ കുടുംബത്തിനും നല്ല രീതിയിലുള്ള ഇതുപോലെ പേഴ്സണാലിറ്റിയും അതുപോലെ തന്നെ നല്ലൊരു ടീമിനെ ഉണ്ടാക്കിയെടുക്കാനും അതേപോലെ തന്നെ അവരെയൊക്കെ പല റാങ്കിലേക്ക് എത്തിക്കാനൊക്കെ സാധിച്ചു എന്നുള്ളതും അതുപോലെ തന്നെ അവരൊക്കെ ഒരുപാട് സ്വപ്നങ്ങളുള്ള ആളുകളായിരിക്കും അല്ലേ. ഇവിടെ വന്ന ആളുകൾക്ക് ചെറിയ രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പം ഒരു മൊബൈൽ ഫോൺ ഇല്ലാത്ത ഒരു വ്യക്തിക്ക് ഒരു സ്വന്തമായിട്ട് ഒരു മൊബൈൽ ഫോൺ വാങ്ങിക്കുക, അതേപോലെ തന്നെ ഒരു ടൂ വീലർ ഇല്ലാത്ത ആളുകൾക്ക് അത് വാങ്ങിക്കാൻ ഒരു നിമിത്താവുക. അപ്പൊ അത്തരത്തിലൊക്കെ ഈ ഒരു ബിസിനസ്സിൽ വന്നപ്പോൾ ഒരുപാട് ആളുകൾക്ക് ഇത്തരത്തിലുള്ള ചെറുതും വലുതുമായിട്ടുള്ള അച്ചീവ്മെന്റുകളൊക്കെ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതും വളരെയധികം സന്തോഷവും അതുപോലെ തന്നെ അഭിമാനവും തരുന്ന ഒരു കാര്യമാണ്. അതുപോലെ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇവിടെ നമുക്ക് ദിവസ വരുമാനവും അതേപോലെ തന്നെ ആഴ്ച വരുമാനവും അതുപോലെ മാസ വരുമാനവും ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം ഈ ഒരു ബിസിനസ്സിൽ വന്നതുകൊണ്ട് എനിക്കും വാങ്ങിച്ചെടുക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. ഇപ്പൊ നമുക്ക് റീറ്റെയിൽ പ്രോഫിറ്റ്, അതും അതേപോലെ തന്നെ ആഴ്ച വരുമാനമായിട്ടുള്ള സെയിൽസ് ടേൺ ഓവർ ബോണസ്, അതേപോലെ തന്നെ നമുക്ക് പെർഫോമൻസ് ബോണസ്, ലോയൽറ്റി ബോണസ് ഒക്കെ മാസത്തിൽ കിട്ടും. ഈ ഒരു ബിസിനസ്സിൽ വന്നതുകൊണ്ട് എനിക്കും ഈ ഒരു വരുമാനങ്ങളെല്ലാം ഇതിലൂടെ നേടിയെടുക്കാനായിട്ട് സാധിച്ചു. കാരണം നമ്മൾ മറ്റൊരു ജോലിയാണെങ്കിൽ അവിടുന്ന് ആകെ ഒരു തരത്തിലുള്ള വരുമാനം മാത്രമേ നമുക്ക് അവിടുന്ന് കിട്ടുള്ളൂ. അപ്പൊ ഇവിടെ വന്നതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള വരുമാനങ്ങൾ നമുക്ക് വാങ്ങിച്ചെടുക്കാനും അതുപോലെ തന്നെ കൂടെയുള്ള ആളുകൾക്ക് വാങ്ങിച്ചു കൊടുക്കാനും നമുക്ക് സാധിക്കുന്നു എന്നുള്ളത് വളരെയധികം സന്തോഷം തരുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ലീഡേഴ്സ് അല്ലെങ്കിൽ നമ്മളെ മുന്നേ പോയ ആളുകൾ എന്താണോ ചെയ്തത് ആ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് നമുക്കും ചെയ്യാൻ സാധിച്ചാൽ അവരിയ്ക്കുന്ന ആ ഒരു പൊസിഷനിലും അവർ നേടിയെടുത്ത ആ നേട്ടങ്ങൾ നമുക്ക് ജീവിതത്തിൽ നേടിയെടുക്കാനായിട്ട് സാധിക്കും. എപ്പോഴും ഞങ്ങളെ ലീഡേഴ്സ് ഒക്കെ പറയുന്നതാണ്, ചെറിയ ചെറിയ കാര്യങ്ങൾ അടുക്കും ചിട്ടയോടും കൂടി നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ഇവിടെ മോർണിംഗ് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഈ മോർണിംഗ് മീറ്റിംഗ് എല്ലാ ദിവസവും ഇതുപോലെ അറ്റൻഡ് ചെയ്യുമ്പോൾ ഒരുപാട് അറിവുകൾ കിട്ടും. വല്ലപ്പോഴും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടില്ല, അതിനൊരു കൃത്യമായിട്ടുള്ള റിസൾട്ട് കിട്ടില്ല. ഒരു സ്ഥിരത എന്നുള്ളത് ഈ ഒരു ബിസിനസിന്റെ ഏറ്റവും വലിയ ഒരു പോയിന്റ് ആണ്. അപ്പൊ നമ്മൾ GTS കേൾക്കുന്നുണ്ട്, ആഴ്ചയിൽ 1, 2, 3, 4 പറയുകയാണെങ്കിൽ ആഴ്ചയിൽ 6 ദിവസവും GTS പ്രോഗ്രാമുകൾ അപ്പൊ നടക്കുന്നുണ്ട്. അപ്പൊ അത് നിരന്തരം അറ്റൻഡ് ചെയ്താൽ മാത്രമാണ് നമുക്ക് എന്ത് കിട്ടുള്ളൂ, നല്ല റിസൾട്ടുകൾ കിട്ടുള്ളൂ. അതേപോലെ തന്നെ നമ്മൾ കൃത്യമായിട്ട് ആളുകൾക്ക് ഈ ഒരു ബിസിനസ് അവസരം ആഴ്ചയിൽ ഒരു ദിവസം ഒരാൾക്ക് മാത്രം കൊടുത്തത് കൊണ്ട് റിസൾട്ട് കിട്ടില്ല. അപ്പൊ നിരന്തരം എന്ത് ചെയ്യണം, എല്ലാ ദിവസവും നമ്മൾ പുതിയ ആളുകളിലോട്ട് ഈ ഒരു ബിസിനസ് അവസരം എത്തിക്കണം. അതേപോലെ തന്നെ ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ എത്തിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു ബിസിനസ് വോളിയം കയറി കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് വരുമാനം കിട്ടുള്ളൂ. അപ്പൊ അതിനെന്ത് ചെയ്യണം, ഒരു ജോലി ചെയ്യുന്ന ആളുകളുടെ ലാഘവത്തോട് കൂടിയിട്ടെങ്കിലും എന്ത് ചെയ്യണം, ഈ ഒരു ബിസിനസ്സിനെ നോക്കി കാണണം എന്നുള്ളതാണ്. സ്ഥിരത എന്നുള്ള വാക്ക് നമ്മൾ എപ്പോഴും സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. ആ സ്ഥിരതയോട് കൂടി ചെയ്താൽ മാത്രമാണ് നമുക്ക് വലിയ രീതിയിലുള്ള വരുമാനത്തിലേക്കും അതുപോലെ തന്നെ വലിയ ടീമിനെ ഉണ്ടാക്കിയെടുക്കാനൊക്കെ സാധിക്കുകയുള്ളൂ. അപ്പൊ ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി അതേപോലെ തന്നെ ഒരു 2-3 പോയിന്റും കൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു ബിസിനസ്സിൽ നമുക്ക് നല്ല രീതിയിൽ എന്താ പറയാ, ദിവസേന നമുക്ക് വരുമാനം കിട്ടണം, ആഴ്ച വരുമാനവും ഒക്കെ കിട്ടിക്കൊണ്ട് നല്ലൊരു ടീമിനെ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ പ്രധാനപ്പെട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു 4 കാര്യങ്ങളും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെ ആയിരിക്കും. ഒരു 4 Rകൾ നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ ഈ ഒരു ബിസിനസ്സിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന ഓരോ ആളുകളും ഉൽപ്പന്നങ്ങളൊക്കെ വാങ്ങിച്ച് ഉപയോഗിച്ച് നല്ല റിസൾട്ട് കിട്ടിയ ആളുകളായിരിക്കും. അപ്പൊ ഇത് തീർന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, റീപർച്ചേസ് ചെയ്യുമല്ലേ. അപ്പൊ ആദ്യത്തെ ഒരു R എന്ന് പറയുന്നത് റീപർച്ചേസ് ആണ്. നമ്മൾ ഉൽപ്പന്നങ്ങൾ എന്ത് ചെയ്യണം, നമ്മളുടെ വീട്ടിലേക്ക് പേഴ്സണൽ ആയിട്ട് ഉപയോഗിക്കാനുള്ള എല്ലാ ഉൽപ്പന്നങ്ങളും നമ്മുടെ കമ്പനിയിൽ നിന്ന് കൊടുക്കുന്നുണ്ട്. പേഴ്സണൽ കെയർ ആയിക്കോട്ടെ, ഹോം കെയർ ആയിക്കോട്ടെ, അഗ്രോ കെയർ ആയിക്കോട്ടെ, അങ്ങനെ എല്ലാ ഉൽപ്പന്നങ്ങളും ഹെൽത്ത് കെയർ ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ ഉൽപ്പന്നങ്ങളെല്ലാം നമ്മൾക്ക് ആവശ്യമുള്ളത് എന്ത് ചെയ്യുക, നമ്മളുടെ ഐഡിയിലൂടെ നമ്മളുടെ വീട്ടിലേക്ക് വാങ്ങി ഉപയോഗിക്കുക. അങ്ങനെ ഉപയോഗിക്കുന്ന സമയത്ത് മാത്രമാണ് ഈ ഉൽപ്പന്നത്തിനൊക്കെ എന്തൊക്കെ റിസൾട്ടുകൾ ഉണ്ട്, ഇത് ഉപയോഗിച്ച് കഴിയുമ്പോൾ നമ്മുടെ ഫാമിലിക്ക് എന്ത് റിസൾട്ട് കിട്ടി, എനിക്ക് എന്ത് റിസൾട്ട് കിട്ടി എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മറ്റുള്ള ആളുകൾക്ക് ഇത് കൊടുക്കാനുള്ള കോൺഫിഡന്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, സെൽഫ് യൂസേജ്, സ്വന്തമായിട്ട് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കണം. അങ്ങനെ ഉപയോഗിച്ചാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മറ്റുള്ള ആളുകൾക്ക് ഇത് കൊടുക്കാനും ഇത്ര റിസൾട്ടുകൾ ഇതിനുണ്ട്, അല്ലെങ്കിൽ ഇതിന്റെ വില എന്താണ്, ഇതിന്റെ മറ്റുള്ള കാര്യങ്ങൾ എന്താണ്, ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എന്താണ്, ഇതൊക്കെ നമ്മൾ ചെറുതായിട്ടൊന്ന് പഠിച്ചു വെച്ചിരിക്കണം. എങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മറ്റുള്ള ആളുകൾക്ക് കൊടുക്കാൻ കഴിയുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് എന്ത് ചെയ്യരുത്, സെയിൽ ചെയ്യാനല്ല നമ്മൾ പോകേണ്ടത്. നമ്മൾ എന്ത് ചെയ്യണം, അവർക്ക് നന്നായിട്ട് ഇതിന്റെ അറിവാണ് കൊടുക്കേണ്ടത്. ഈ അറിവ് കൊടുക്കുന്ന സമയത്ത് ഈ ഉൽപ്പന്നം അവർ നമ്മളോട് ചോദിച്ച് വാങ്ങിക്കും. കാരണം ഈ ഉൽപ്പന്നത്തിന്റെ ഗുണങ്ങൾ കേട്ട് കഴിയുമ്പോഴാണ് ഇത് ഏറ്റവും കൂടുതൽ വാങ്ങിക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് 4 ആറുകളാന്ന് പറഞ്ഞു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആറാണ് റീപർച്ചേസ് എന്ന് പറയുന്നത്. ഇനി റീപർച്ചേസ് ഒക്കെ ചെയ്ത് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, അടുത്തതായിട്ട് റീറ്റെയിൽ ചെയ്യും. റീറ്റെയിൽ നമുക്കറിയാം, ദിവസ വരുമാനം, നമുക്ക് എല്ലാ ദിവസവും വരുമാനം ഉണ്ടാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം,
നമ്മൾ ഈ ഉൽപ്പന്നങ്ങൾ മറ്റുള്ള ആളുകളിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പൊ നമുക്ക് ദിവസവും നല്ല രീതിയിലുള്ള വരുമാനങ്ങൾ ഉണ്ടാക്കിയെടുക്കാനൊക്കെ സാധിക്കും. ഇപ്പൊ ഇവിടെ ഈ മോർണിംഗ് മീറ്റിംഗിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ ദിവസേന റീറ്റെയിൽ ചെയ്യുന്ന ആളുകളായിരിക്കും. എന്തായാലും അവർക്ക് അഭിനന്ദനങ്ങൾ ഞാൻ അറിയിക്കുന്നു. അപ്പൊ റീറ്റെയിൽ നമുക്ക് നമ്മുടെ ബിസിനസിന്റെ ബ്ലഡ് ആൻഡ് ബ്രീത്ത് എന്നറിയപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ റീറ്റെയിൽ എന്ന് പറയുന്നത്. കാരണം നമ്മുടെ ഏറ്റവും നല്ല ബ്രാൻഡുകളിലുള്ള ഉൽപ്പന്നം നമ്മൾ ഉപയോഗിച്ച ആ ഒരു വിശ്വാസത്തോടു കൂടി മറ്റുള്ള ആളുകൾക്ക് എന്ത് ചെയ്യുക, ആ അറിവൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് റീറ്റെയിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് എന്ത് കിട്ടും, അവരത് വാങ്ങിക്കും, അവരത് ഉപയോഗിച്ച് നല്ല റിസൾട്ട് കിട്ടും, നമുക്ക് അതിന്റെ MRP റേറ്റിൽ അതിന്റെ പൈസയും കിട്ടും, വരുമാനവും നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ വരുമാനം കിട്ടുന്നതിനേക്കാൾ ഉപരി എന്ത് വേണം, ആ കൊടുക്കുന്ന ആളുകൾക്ക് അതിന്റെ നല്ല റിസൾട്ട് വേണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം നമ്മളത് കൊടുക്കാനായിട്ട്. കാരണം ഇവിടെ നമ്മൾ കൊടുക്കുന്നത് ദൈവത്തിന്റെ കയ്യൊപ്പുള്ള ഉൽപ്പന്നങ്ങളാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ നല്ല രീതിയിൽ റിസൾട്ട് അവർക്ക് ഉണ്ടാക്കിയാൽ അതെന്ത് ചെയ്യും, അവിടെ നിന്നും ഒരുപാട് ആളുകളിലേക്ക് ഈ ഉൽപ്പന്നങ്ങൾ അവരുടെ വായ്മൊഴിയാലുള്ള പരസ്യത്തിലൂടെ പോകും. കാരണം അവർ പറയും, ഇപ്പൊ നേരത്തെ ഞാൻ 95 പറഞ്ഞ പോലെ പല ആളുകൾക്കും പല പ്രോഡക്റ്റിന്റെ റിസൾട്ട് കിട്ടുമ്പോഴാണ് അത് മറ്റുള്ള ആളുകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നത്. അപ്പൊ രണ്ടാമത്തത് റീറ്റെയിലാണ്. നമുക്ക് ഓരോരുത്തർക്കും ദിവസ വരുമാനം ഉണ്ടാക്കിയെടുക്കാനുള്ള ഏറ്റവും നല്ല ഒരു ഉപാധിയാണ് റീറ്റെയിൽ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഉൽപ്പന്നങ്ങൾ ആളുകൾ ഉപയോഗിക്കാനും അവർക്ക് പല ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം, പേഴ്സണൽ കെയറും ഹെൽത്ത് കെയറും അതുപോലെ തന്നെ അഗ്രോ കെയറും ഒക്കെ നമുക്ക് കൃഷിക്ക് ഉപയോഗിക്കുന്നതും ഒക്കെ ഉപയോഗിക്കുന്ന സമയത്ത് നല്ല റിസൾട്ടുകൾ കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ബിസിനസ് കൂട്ടിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ റീപർച്ചേസും അതേപോലെ തന്നെ റീറ്റെയിലും നമ്മളെ ബിസിനസ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി നമുക്ക് നല്ല ഒരു ടീമിനെ ഉണ്ടാക്കിയെടുക്കണം, നമുക്ക് എന്ത് കിട്ടണം, വലിയ വരുമാനവും നിലയ്ക്കാത്ത വരുമാനവും ഒക്കെ കിട്ടണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നല്ലൊരു ടീമിന്റെ ലീഡർ ആവണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മൂന്നാമത്തെ ഒരു കാര്യമാണ് റിക്രൂട്ട്മെന്റ് എന്ന് പറയും. അത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഏതൊരു ബിസിനസ്സിലാണെങ്കിലും റിക്രൂട്ട്മെന്റ് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അല്ലെ. പുതിയ ആളുകളെ ഈ ഒരു ബിസിനസ്സിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് റിക്രൂട്ട്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു അവസരം ഒരുപാട് ആളുകളിലേക്ക് എത്തിക്കുക. അതിന്റെ കൂടെ നമ്മൾ ഒരുപാട് ആളുകൾക്ക് റീറ്റെയിൽ ചെയ്തിട്ടുണ്ടാവും. ഈ റീറ്റെയിൽ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, അതിൽ നിന്ന് റിക്രൂട്ട്മെന്റ് എന്നുള്ള ആ ഒരു അവസ്ഥയിലേക്ക് മാറും. റീറ്റെയിൽ ചെയ്യാന്ന് പറയുമ്പോൾ 2-3 പ്രാവശ്യമൊക്കെ ഒരാൾക്ക് ഒരു പ്രൊഡക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവരോട് നമുക്ക് എന്ത് ചെയ്യാം, സിമ്പിൾ ആയിട്ട് ഈ ഒരു അവസരം പറയാം, ഇത് വില കുറവിൽ കിട്ടുമെന്നും ഇതിലൂടെ നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റുമെന്നും വളരെ എളുപ്പത്തിൽ പരിചയപ്പെടുത്തിക്കൊണ്ട് എന്ത് ചെയ്യാം, നമുക്ക് റിക്രൂട്ട്മെന്റ് നടത്താൻ സാധിക്കും. ഇനി റിക്രൂട്ട്മെന്റ് നടത്തുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം, ആദ്യം നമ്മളൊരു ലിസ്റ്റ് ഒക്കെ എഴുതിക്കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, റിക്രൂട്ട്മെന്റ് നടത്തുന്നത്. ലിസ്റ്റ് അപ്പൊ നമ്മുടെ വീട്ടിൽ എന്തൊരു കാര്യം നടക്കുന്നുണ്ടെങ്കിലും എന്തൊരു പരിപാടികളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ആദ്യം നമ്മൾ ചെയ്യുന്നതാണ് ലിസ്റ്റ് അല്ലെ, ക്ഷണിക്കാനുള്ള ആളുകളെ ലിസ്റ്റ് തയ്യാറാക്കും. അതേപോലെ തന്നെ റിക്രൂട്ട്മെന്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു ലിസ്റ്റ് ബുക്ക് മസ്റ്റ് ആണ്, നമ്മളോട് പറയാറുണ്ട് ലിസ്റ്റ് ഫസ്റ്റ് മസ്റ്റ് എന്ന് പറയാറുണ്ട്. അതുപോലെ നമ്മളൊരു ലിസ്റ്റ് ബുക്ക്, ഒരു കുഞ്ഞു ഡയറി ഒക്കെ വാങ്ങിക്കൊണ്ട് അതിലൊരു ലിസ്റ്റ് തയ്യാറാക്കി ആ ലിസ്റ്റിൽ നിന്നും ഒരു ഷോർട്ട് ലിസ്റ്റിലൂടെയാണ് റിക്രൂട്ട്മെന്റിലേക്ക് നമ്മൾ കടക്കുന്നത്. ഇവിടത്തെ ഇതല്ല, പക്ഷെ ഇത് എങ്ങനെയാണിത് പറഞ്ഞാലാണ് മനസ്സിലാവുള്ളൂ. അപ്പൊ ആ ഒരു എന്താ പറയാ ലിസ്റ്റ് ബുക്ക് തയ്യാറാക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, 2026 ഒരു പുതിയ വർഷമാണ്, ഇതിൽ നമുക്ക് വലിയ മാറ്റങ്ങളും അല്ലെങ്കിൽ മുന്നത്തെ വർഷത്തിൽ ഉണ്ടായിട്ടുള്ള ഒരുപാട് അബദ്ധങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. അതിൽ നിന്നൊക്കെ മാറിക്കൊണ്ട് 2026 ഒരു മികച്ച വർഷം ആക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലിസ്റ്റ് ബുക്ക് ഒക്കെ തയ്യാറാക്കി ആ ലിസ്റ്റ് ബുക്ക് നിങ്ങളുടെ അപ്ലൈൻ ലീഡറുടെ സഹായത്തോട് കൂടിയിട്ട് ഷോർട്ട് ലിസ്റ്റ് ചെയ്തുകൊണ്ട് ആ ഷോർട്ട് ലിസ്റ്റിൽ വരുന്ന പേര് ഉണ്ടാവും, ഒരുപാട് ആളുകൾ ഉണ്ടാവും, ആ ആളുകൾക്ക് എന്ത് ചെയ്യുക, ഈ അവസരം കൊടുക്കുക. അതാണ് റിക്രൂട്ട്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത് ആർക്ക് കൊടുക്കും എന്നുള്ളത് ആർക്കെങ്കിലും സംശയം ഉണ്ടാവും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇവിടെ ഈ ഒരു ലിസ്റ്റിന്റെ കാര്യം പറഞ്ഞത്. നിങ്ങളുടെ മൊബൈലിലൊക്കെ ഒരുപാട് ആളുകളുടെ പേരൊക്കെ സേവ് ചെയ്തിട്ടുണ്ടാവും. ചില ആളുകൾ പറയും, ഞാൻ ആർക്കാണ് ഇത് കൊടുക്കേണ്ടത്, എനിക്ക് ആരുമില്ല, എനിക്ക് ആളില്ല എന്നൊക്കെ പറയുന്ന ആളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളെ മൊബൈൽ ഫോൺ ഒന്ന് എടുത്ത് നോക്കി നോക്കുക, അതിൽ ഒരുപാട് ആളുകളുടെ പേരൊക്കെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതൊക്കെ നിങ്ങളുടെ ബന്ധുവോ സുഹൃത്തോ ഒക്കെ ആയിരിക്കും. അപ്പൊ അവരുടെ പേരെങ്കിലും എടുത്ത് എന്ത് ചെയ്യുക, ഈ ലിസ്റ്റ് ബുക്കിൽ എഴുതി അതിൽ നിന്ന് നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് ആ വ്യക്തികൾക്ക് നമ്മൾ ഈ ഒരു അവസരം പറഞ്ഞു കൊടുക്കുക. അങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ഒരുപാട് ആളുകൾ എന്ത് ചെയ്യും, നമ്മളെ ഈ ഒരു ബിസിനസ്സിലോട്ട് കടന്നു വരും. ചില ആളുകൾ പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ മാത്രം വരുന്ന ആളുകളുണ്ട്, റീറ്റെയിൽ ചെയ്യാൻ മാത്രം വരുന്ന ആളുകളുണ്ട്, അതേപോലെ തന്നെ സ്വന്തം ഉപയോഗത്തിന് വരുന്നുണ്ട്, ബിസിനസ് ചെയ്യാൻ വരുന്നുണ്ട്, വീട്ടിൽ ഹോം ഷോപ്പിംഗ് ഒക്കെ ഇട്ടിട്ടൊക്കെ ചെയ്യാൻ വരുന്ന ആളുകളുണ്ടാവും. വിവിധ തരത്തിലുള്ള ആളുകളാണ് നമ്മളുടെ ബിസിനസ്സിലേക്ക് കടന്നു വരിക. എല്ലാ ആളുകളും വലിയ ബിസിനസ് ആയിട്ട് ചെയ്തോളണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. പക്ഷെ നമ്മളിത് ഒരുപാട് ആളുകൾക്ക് കൊടുക്കുമ്പോഴാണ് ഇത്തരം വ്യത്യസ്തമായിട്ടുള്ള ആളുകൾ നമ്മുടെ ടീമിലേക്ക് കടന്നു വരുള്ളൂ. അപ്പൊ റിക്രൂട്ട്മെന്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം നമുക്ക് ചെറിയ വരുമാനം അല്ല ആവശ്യം, എനിക്ക് വലിയ വരുമാനം ആവശ്യമെന്നുണ്ട് എന്നുള്ളത് നമുക്ക് ഒരു ഉറച്ച തീരുമാനം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും റിക്രൂട്ട്മെന്റ് നമ്മുടെ ബിസിനസ്സിന് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു കണ്ണിയാണ്. കാരണം നമുക്ക് ആഴ്ചകളിൽ വരുമാനം കിട്ടണം,
ആ വരുമാനം വലിയ വരുമാനമാക്കി മാറ്റണം. അത് നമ്മുടെ 3 തലമുറയിലേക്കും കിട്ടണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? കൃത്യമായിട്ടും റിക്രൂട്ട്മെന്റ് തന്നെ നടത്തണം. കാരണം നമ്മള് ലീഡേഴ്സ് എപ്പോഴും പറയാറുണ്ട്. എന്താണ് ഒരു 6 മാസത്തെ ഫലം കിട്ടണമെങ്കിൽ ഒരു വാഴ വെച്ചാൽ മതിയെന്നും. അതേപോലെ തന്നെ ഒരു 5 വർഷത്തിന്റെ ആണെങ്കിൽ നമ്മൾ തെങ്ങ് വെച്ചാൽ മതിയെന്നും. നമ്മളുടെ ഒരുപാട് തലമുറകളിലേക്ക് വരുമാനം കൊടുക്കണം എന്നുണ്ടെങ്കിൽ മനുഷ്യന്മാരെ നടണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും ഈ റിക്രൂട്ട്മെന്റ് എല്ലാ ആളുകളും വളരെ ശക്തമായി തന്നെ ചെയ്യുക. ആ റിക്രൂട്ട്മെന്റിന് വളരെ പ്രാധാന്യമുണ്ട്. അതിന് നമുക്ക് ഹോം മീറ്റിങ്ങോ അതല്ലെങ്കിൽ 1 to 1ഓ അതല്ലെങ്കിൽ GTSലോട്ട് ആളുകളെ ക്ഷണിച്ചുകൊണ്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ റിക്രൂട്ട്മെന്റ് വളരെ സക്സസ്ഫുൾ ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഹോം മീറ്റിംഗ് എന്ന് പറയുമ്പോൾ നമുക്കൊരു ഒരു 10ൽ കൂടുതൽ ആളുകളൊക്കെ ഇരുത്തിക്കൊണ്ട് എന്ത് ചെയ്യാം? ഹോം മീറ്റിംഗിലോട്ട് ക്ഷണിക്കാം. നമ്മുടെ വീടുകളിൽ ഒരു ഹോം മീറ്റിംഗ് വെച്ചുകൊണ്ട് നമ്മൾ അപ്ലൈൻ ലീഡറുടെ സഹായത്തോട് കൂടിയിട്ട് എന്ത് ചെയ്യാം? ഒരുപാട് ആളുകൾക്ക് അവസരം കൊടുക്കാം. അപ്പൊ കേട്ട എല്ലാ ആളുകളും ബിസിനസ് ഏറ്റെടുത്ത് ചെയ്യും എന്നുള്ളതല്ല. പക്ഷെ ആ കേട്ട ആളുകൾക്ക് ഈ ഒരു ബിസിനസ് മനസ്സിലായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കുറച്ച് ആളുകൾ നമ്മളെ കൂടെ വരും. കുറച്ച് ആളുകൾ കസ്റ്റമർ ആയിട്ടും വരും. പിന്നെ നമുക്ക് ഒരു മാർഗവും ഇല്ലാത്ത സമയത്താണ് നമ്മൾ 1 to 1 ഒരാൾക്ക് ഒറ്റയ്ക്ക് ഇരുന്നിട്ട് നമ്മൾ അവസരം കൊടുക്കാറുണ്ട്. കാരണം അവർക്ക് GTS സെന്ററിലോട്ടോ ഹോം മീറ്റിംഗിലോട്ടോ വരാൻ സാധിക്കുന്നില്ലെങ്കിൽ നമ്മൾ നേരിട്ട് പോയിട്ട് അവർക്ക് വർക്ക് കൊടുക്കാം. അങ്ങനെയും നമുക്ക് റിക്രൂട്ട്മെന്റ് ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ കമ്പനി GTSകളും ഓരോ ഓർഗനൈസേഷന്റെ GTSകളൊക്കെ എല്ലാ സ്ഥലത്തും നടക്കുന്നുണ്ട്. അവിടേക്ക് നമ്മൾക്ക് ഗസ്റ്റുകളെ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യാം? ഈ അവസരം കേൾപ്പിക്കാം. അപ്പൊ അത് ഏറ്റവും നല്ല റിസൾട്ട് കിട്ടുന്നത് GTS സെന്ററിൽ നിന്നായിരിക്കും. കാരണം അവിടെ ഒത്തിരി ലീഡേഴ്സ് ഉണ്ടായിരിക്കും. അവരുടെ എക്സ്പീരിയൻസും അവരെങ്ങനെ വന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് പറഞ്ഞു തരുന്ന ട്രെയിനിങ്ങുകൾ ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് റിക്രൂട്ട്മെന്റ് സാധ്യമാക്കാം. അപ്പൊ അവിടെ ഒരുപാട് ആളുകളുടെ എക്സ്പീരിയൻസ് കേൾക്കുന്ന സമയത്ത് പിന്നെ പ്രത്യേകിച്ച് ഒരു സംശയമൊന്നും അവർക്ക് ഉണ്ടാവില്ല. കാരണം ഒരുപാട് ആളുകളുടെ റിസൾട്ടുകളാണ് കേൾക്കുന്നത്. 1 to 1 എന്ന് പറയുമ്പോൾ ആ പറഞ്ഞു കൊടുക്കുന്ന ആളുകളെ മാത്രമേ കാണുന്നുള്ളൂ. പക്ഷെ ഇത്തരത്തിൽ നമുക്ക് GTS സെന്ററുകളിലേക്ക് ക്ഷണിക്കുകയാണെങ്കിൽ കൂടുതൽ റിസൾട്ടുകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പൊ പർച്ചേസ്, റീറ്റെയിൽ, അതേപോലെ തന്നെ റിക്രൂട്ട്മെന്റ്. ഇനി 4ാമത്തെ ഒരു 6 എന്ന് പറയുന്നത് എന്താണ്? റീറ്റെയിനിങ് ആണ്. എന്താണ്? ആദ്യം പറഞ്ഞ 3 കാര്യങ്ങൾ നിലനിർത്തിക്കൊണ്ട് നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുക. റീപർച്ചേസ് ചെയ്യുക, റീറ്റെയിൽ ചെയ്യുക, റിക്രൂട്ട്മെന്റ് ചെയ്യുക. അത് ഒരിക്കൽ മാത്രം ചെയ്യാനുള്ളതല്ല. എല്ലാ ദിവസവും നമ്മൾ ഇതിങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുക. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ബിസിനസ്സിൽ വരുമാനത്തിന്റെ ഒരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ഒരാളില്ല എന്ന് പറയുന്ന ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിരിക്കില്ല. എല്ലാ ദിവസവും നമുക്ക് വരുമാനം കിട്ടും. നല്ല രീതിയിൽ നമ്മൾ റിക്രൂട്ട്മെന്റ് ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞാൽ ആഴ്ച വരുമാനവും മുടങ്ങാതെ കിട്ടും. ഇതെല്ലാം നിലനിർത്തി കഴിഞ്ഞാൽ ഈ ഒരു ബിസിനസ്സിൽ വലിയ വിജയം നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. കാരണം ഈ 3 കാര്യങ്ങളും നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ എല്ലാ ദിവസവും നമുക്കിത് ചെയ്തുകൊണ്ടിരുന്നാൽ വെള്ളിയാഴ്ച എന്ത് കിട്ടും? നല്ല രീതിയിലുള്ള ഒരു സെയിൽ നമുക്ക് നടത്താനായിട്ട് അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ബിസിനസ് വോളിയം നമുക്ക് ഓരോ ആഴ്ചയിലും കയറ്റിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വളരെ ശ്രദ്ധാപൂർവം സ്ഥിരതയോടുകൂടി ഓരോ ആളുകളും ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മൾ ഈ ഒരു ബിസിനസ്സിൽ നല്ല രീതിയിലുള്ള വരുമാനങ്ങളും അതേപോലെ തന്നെ നമ്മുടെ അടുത്ത തലമുറയിലോട്ടും കൂടി വരുമാനം കിട്ടും എന്നുള്ള പ്രതീക്ഷയോടും ആ ഒരു വിശ്വാസത്തോടു കൂടിയൊക്കെയാണ് കടന്നു വന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്നറിയാതെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടില്ല? ആഴ്ച വരുമാനം നമുക്കും കിട്ടില്ല, അടുത്ത തലമുറയിലോട്ടും കിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ എന്ത് ചെയ്താലാണ് കിട്ടുക എന്നുള്ളത് നമ്മളെ മുന്നേ പോയ ആളുകൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യണ്ട? പുതിയൊരു പാത നമ്മൾ വെട്ടിത്തെളിക്കേണ്ട ആവശ്യമില്ല. മുന്നേ പോയ ആളുകൾ ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അവരൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടുകൊണ്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്ത് അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. തുടക്ക സമയത്ത് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഇതിനെ കുറിച്ച് അറിവില്ല, വീട്ടിൽ നിന്ന് ആരും പറഞ്ഞു തരാനുള്ള അറിവില്ല. കാരണം ഈ ഒരു ബിസിനസ് പുതിയൊരു കൺസെപ്റ്റ് ആണ്, പുതിയ രീതിയിലുള്ള ഒരു കച്ചവട രീതിയാണ്. അപ്പൊ ഇത് അറിഞ്ഞു വരുന്നേ ഉള്ളൂ. അപ്പൊ നമ്മളിലൂടെ ആയിരിക്കും ചിലപ്പോ ഇത് കൂടുതൽ ആളുകളിലോട്ട് അറിയാനൊക്കെ പോകുന്നത്. അപ്പൊ ഇത് പഠിക്കാനായിട്ടുള്ള വേദികൾ കൃത്യമായിട്ട് ഉപയോഗിക്കുക എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. മീറ്റിംഗ് സെന്ററുകൾ ലീഡേഴ്സിന്റെ വിളി കാത്തു നിൽക്കാതെ അല്ലെങ്കിൽ അവരുടെ നിർബന്ധിക്കൽ കാത്തു നിൽക്കാതെ ആ ഗ്രൂപ്പിൽ കാണുന്ന സമയത്ത് ഇത് എനിക്കുള്ളതാണെന്നും എന്റെ ബിസിനസ് ആണെന്നും എന്നിൽ നിന്നാണ് ഈ ഒരു ബിസിനസ് തുടങ്ങേണ്ടതെന്നും ഇത് ലീഡറിന്റെ ബിസിനസ് അല്ല എന്നുള്ള ഒരു തിരിച്ചറിവോടുകൂടി നമ്മൾ എന്ത് ചെയ്യുക? ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് FSSഉം GTSഉം മറ്റുള്ള പ്രോഗ്രാമുകളും എല്ലാം നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചെടുക്കുക. ഒരു 3 വർഷമെങ്കിലും എന്ത് ചെയ്യുക? ഇതിന്റെ ബേസിക് പീരീഡ് ആയിട്ടുള്ള ആ ഒരു 3 വർഷം വളരെ നല്ല രീതിയിൽ ഒരു ട്രെയിനിങ് പോലും മുടക്കാതെ നല്ല രീതിയിൽ നമ്മൾ പഠിച്ചെടുത്തു കഴിഞ്ഞാൽ ആ പഠിക്കുമ്പോഴേ നമുക്ക് വരുമാനം കിട്ടും. ഇപ്പൊ ഇവിടെ പുതിയ ആളുകളൊക്കെ വന്നിട്ടുണ്ട്, പുതിയ ഉണ്ടാവും. ആ ആളുകൾക്കും എന്ത് ചെയ്തിട്ടുണ്ട്? റീറ്റെയിൽ പ്രോഫിറ്റും കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ആഴ്ച വരുമാനമൊക്കെ കുഞ്ഞു ടീമുകളായിട്ട് കിട്ടുന്നുണ്ടാവും. അപ്പൊ 2-3 കാര്യങ്ങൾ നമ്മൾ ഒരുമിച്ച് നമുക്ക് കിട്ടാനായിട്ട് സാധിക്കും. മറ്റുള്ള സ്ഥലങ്ങളിൽ നമ്മളിപ്പോ ഒരു വിദ്യാർത്ഥിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു 3 വർഷം ആ കുട്ടി ഡിഗ്രിക്ക് പഠിക്കുന്നുണ്ടെങ്കിൽ എന്ത് കിട്ടുന്നില്ല? ആ പഠിക്കുന്ന പീരീഡിലൊന്നും അവിടെ ഒരു വരുമാനവും
കിട്ടുന്നില്ല. പക്ഷെ ഇവിടെ 3 വർഷം നമ്മൾ പഠിക്കുമ്പോഴേ നമുക്ക് നല്ല വരുമാനം, നല്ല പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, നല്ല ടീം, അതേപോലെ തന്നെ ഒരുപാട് ആളുകളോട് നമുക്ക് ഈ കാര്യങ്ങൾ പറയാനുള്ള കഴിവ്, നമ്മളെ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടുള്ള നോളജ് എല്ലാം നമുക്ക് വളരെ നല്ല രീതിയിൽ കിട്ടുന്ന ഒരു പ്ലാറ്റ്ഫോമിലാണ് നമ്മളെല്ലാവരും വന്നിട്ടുള്ളത്. ഇതൊരു മഹത്തായ അവസരമാണെന്നും ഇതിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് വിജയിക്കാൻ പറ്റൂ എന്നുള്ള ഒരു വിശ്വാസം നമുക്ക് ഉണ്ടാവണം. ആ ഒരു വിശ്വാസം ഇതുപോലുള്ള ട്രെയിനിങ് പ്രോഗ്രാമിൽ നിന്ന് മാത്രമേ കിട്ടുള്ളൂ എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കുക. അങ്ങനെ മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവർക്കും വളരെ നല്ല രീതിയിൽ ശക്തമായിട്ട് തന്നെ പ്രവർത്തിക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകം ആശംസിക്കുന്നു. ഇനി ഈ ഒരു ബിസിനസ്സിൽ വന്നിട്ട് പറയുകയാണെങ്കിൽ എനിക്കും ഉണ്ടായിട്ടുള്ള കുറച്ച് അച്ചീവ്മെന്റുകളാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞു, ഈ ഒരു ബിസിനസ്സിൽ വന്നതിന് ശേഷം എനിക്ക് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് അത് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം ഏറ്റവും വളരെ എന്താ പറയുക, ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് കിട്ടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എന്താ പറയുക, ഒരു MC ആയിട്ട് സംസാരിക്കാനും അതേപോലെ തന്നെ GTSകളൊക്കെ എടുക്കാനും ഇപ്പൊ കഴിയുന്നു എന്നുള്ളത് വളരെ സന്തോഷമാണ്. കാരണം ഒരുപാട് ആളുകളുടെ മുന്നിൽ നിന്ന് സംസാരിക്കുമ്പോൾ ഭയങ്കര കൈവറകളും കാൽവിറകളും ആകെ പ്രശ്നമായിരുന്ന ഒരു സമയത്ത് നിന്ന് മാറ്റം കിട്ടി എന്നുള്ളത് വളരെയധികം അഭിമാനിക്കുന്നു. അതേപോലെ തന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഒരു മൊബൈൽ ഫോൺ മോൾക്ക് വാങ്ങിച്ചു കൊടുക്കാനായിട്ട് സാധിച്ചു ഇതിലൂടെ. അതേപോലെ തന്നെ ഒരു ലാപ്ടോപ്പ് ഈ ഒരു ബിസിനസിന്റെ ആവശ്യത്തിനായിട്ട് വാങ്ങാനായിട്ട് സാധിച്ചു. ഇപ്പൊ റീസെന്റ് ഇപ്പൊ അടുത്ത് നമ്മളൊരു കാറ് വാങ്ങിക്കാനും കൂടെ സാധിച്ചു എന്നുള്ളത് വളരെ സന്തോഷം അറിയിക്കുകയാണ്. കാരണം ഒരിക്കലും ഒരു കാറിനെ കുറിച്ചുള്ള സ്വപ്നം, ഒരു 4 വീലർ ഒന്നും വീട്ടിലേക്ക് വരും എന്നുള്ളത് സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ഒരു കാര്യമാണ്. പക്ഷെ ഈ ഒരു ബിസിനസ്സിൽ വന്നു കഴിഞ്ഞപ്പോൾ ലീഡേഴ്സ് എപ്പോഴും പറയും നമുക്ക് ഒരു 4 വീലറോട്ട് മാറണം എന്ന് എല്ലാ സമയവും പറഞ്ഞുകൊണ്ടിരുന്നു. ആ പറഞ്ഞതിനെന്തായി, പിന്നെ നമ്മളും അതിൽ ഇൻക്ലൂഡഡ് ആയി. കാരണം നമുക്കും ഇനി ഇതില്ലാതെ കഴിയില്ല എന്നും ഇത് നമുക്ക് വാങ്ങിച്ചെടുക്കാൻ പറ്റുന്നതാണ്, നമ്മളെ കൊണ്ടും പറ്റും എന്നുള്ള ആ ഒരു കോൺഫിഡന്റ് ഈ ഒരു ബിസിനസ്സിൽ നിന്നാണ് കിട്ടിയത്, ലീഡേഴ്സിന്റെ വാക്കുകളിൽ നിന്നാണ് കിട്ടിയത്. അപ്പൊ ഒരടുത്ത് തന്നെ ഒരു EV കാറൊക്കെ വാങ്ങിച്ചെടുക്കാനും അതിലൂടെ ഇപ്പൊ ബിസിനസ് ചെയ്യാനൊക്കെ സാധിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു മോർണിംഗ് മീറ്റിംഗിലുള്ള എല്ലാ ആളുകളോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ഈ ഒരു ബിസിനസ്സിലൂടെ ആഗ്രഹിച്ചിട്ടുണ്ടോ, ഈ ഒരു പണം കൊണ്ട് സാധിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ആഗ്രഹിച്ചത്, തീർച്ചയായിട്ടും ഇതിൽ ശക്തമായിട്ട് നിന്ന് കഴിഞ്ഞാൽ, ലീഡേഴ്സിന്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ലീഡേഴ്സ് പറയുന്ന കാര്യങ്ങൾ ഓരോന്നും വളരെ നല്ല രീതിയിൽ അനുസരിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന ഓരോ ആളുകൾക്കും പല രീതിയിലുള്ള അച്ചീവ്മെന്റുകൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. കാരണം നമ്മുടെ ഉള്ളിലൊക്കെ ഒരുപാട് കഴിവുകളുണ്ട്. പക്ഷെ ആ കഴിവുകൾ പുറത്തെടുക്കാനുള്ള ഒരു അവസരം നമുക്ക് കിട്ടിയിട്ടില്ലാത്തത് കൊണ്ടാണ് നമ്മൾ പല മേഖലകളിലും വിജയിക്കാതെ പോയത്. പക്ഷെ ഈ ഒരു മൈലേഷ്യ എന്നുള്ള കമ്പനിയിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കഴിവുകൾ കണ്ടെത്താൻ നമ്മുടെ ലീഡേഴ്സ് ഉണ്ട്. ആ ലീഡേഴ്സിന്റെ സഹായത്തോടു കൂടി, അല്ലെങ്കിൽ അവര് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളും ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ് ഈ ഒരു ബിസിനസിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അപ്പൊ തീർച്ചയായിട്ടും ഓരോ ആളുകളുടെയും ആഗ്രഹങ്ങളൊക്കെ എഴുതി വെക്കുക. ആ ആഗ്രഹങ്ങളൊക്കെ എഴുതി വെച്ചുകൊണ്ട്, ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ ആയിരിക്കും, ആ ആഗ്രഹങ്ങളൊക്കെ ഒന്ന് എഴുതി വെച്ചുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ഓരോ ടൈമൊക്കെ ഇട്ടുകൊണ്ട് ആ ടൈമിനുള്ളിൽ അത് നേടിയെടുക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നോക്കി നോക്കുക. അതിന് നല്ല രീതിയിൽ നിങ്ങളെ ലീഡേഴ്സ് സപ്പോർട്ട് ചെയ്യും. തീർച്ചയായിട്ടും അങ്ങനെ നിങ്ങൾ ആഗ്രഹിച്ച ഏതൊരു കാര്യവും നിങ്ങൾക്ക് നേടിയെടുക്കാൻ ഈ ഒരു ബിസിനസ്സിലൂടെ സാധിക്കട്ടെ. അതിന് സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി എനിക്കിന്ന് ഈ ഒരു മീറ്റിംഗിൽ സംസാരിക്കാനുള്ള അവസരം തന്നിട്ടുള്ള റംല മേഡത്തിന് ഹൃദ്യമായിട്ടുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇന്ന് ഈ ഒരു മീറ്റിംഗ് കേട്ട ആളുകൾക്ക് കുറച്ച് എന്തെങ്കിലും അറിവുകൾ എന്നിലൂടെ കിട്ടിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും വളരെ ശക്തമായിട്ട് പ്രവർത്തിക്കുക. വലിയ ഉയരങ്ങളിൽ എത്താൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ എല്ലാ അപ്ലൈൻ ലീഡേഴ്സിനും ഹൃദ്യമായിട്ടുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ എന്നെ ഞാനാക്കി മാറ്റിയിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട അസോസിയേറ്റ്സ്, അവർക്കും ഹൃദ്യമായിട്ടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും വളരെ വലിയ വിജയത്തിലെത്താൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ സെക്ഷനിൽ നിന്ന് ഞാൻ വിടവാങ്ങുന്നു. നിഷ, സ്റ്റേറ്റ് ടീം കോർഡിനേറ്റർ.